ഹായ് ഓൾ, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറി പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഇതിൻ്റെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ ജൂനിയർ ഓപ്പറേറ്റർ ബാർ ഗ്രേഡ് 1 എന്ന പോസ്റ്റിലേക്ക് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. 23,000 മുതൽ 78,000 വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. കേരളത്തിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കർണാടകയിൽ 12, പുതുച്ചേരിയിൽ 1, തമിഴ്നാടിൽ 13, തെലങ്കാനയിൽ 1 ഒഴിവുകൾ വന്നിട്ടുണ്ട്. PWBD കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജൂനിയർ അറ്റൻഡൻറ്റ് ബാർ ഗ്രേഡ് 1 എന്ന പോസ്റ്റും ജൂനിയർ ബിസിനസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റും ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ അറ്റൻഡൻറ്റ് ബാർ ഗ്രേഡ് 1 എന്ന പോസ്റ്റിലേക്ക് 23,000 മുതൽ 78,000 വരെ തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ജൂനിയർ ബിസിനസ് അസിസ്റ്റൻറ്റ് ബാർ ഗ്രേഡ് 3 എന്ന പോസ്റ്റിലേക്ക് 25,000 മുതൽ 1,05,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ഈ പോസ്റ്റുകളിലേക്ക് വരുന്ന റീജിയൻ വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ജൂനിയർ ഓപ്പറേറ്റർ ബാർ ഗ്രേഡ് 1 എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് വിജയവും ITI സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് വരുന്നത്. ഇലക്ട്രോണിക് മെക്കാനിക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, കെമിക്കൽ പ്ലാന്റ്, ഇലക്ട്രീഷ്യൻ, മെഷീനിസ്റ്റ്, ഫിറ്റർ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർമാൻ, മെക്കാനിക്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ESM തുടങ്ങിയ ട്രേഡ് എടുത്ത് പഠിച്ചവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റുകളിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ITI കഴിഞ്ഞ് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ചെയ്തവർക്ക് അപ്രന്റീസ്ഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. ഇനി PWBD കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജൂനിയർ അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 എന്ന പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പരിശോധിച്ചാൽ 40% മാർക്കോട് കൂടിയുള്ള ഹയർ സെക്കൻഡറി വിജയമാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ജൂനിയർ ബിസിനസ് അസിസ്റ്റൻറ്റ് ബാർ ഗ്രേഡ് 3 എന്ന പോസ്റ്റ് പരിശോധിച്ചാൽ 45% മാർക്കോട് കൂടിയ ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. ഈ പോസ്റ്റിലേക്ക് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഈ പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ മിനിമം 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 31/1/2025 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. ജൂനിയർ ഓപ്പറേറ്റർ ആൻഡ് ജൂനിയർ അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ജൂനിയർ ബിസിനസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വരുന്ന സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു മഹാരത്ന സെൻട്രൽ PSU ആയതുകൊണ്ട് തന്നെ ബേസിക് പേയ്ക്ക് പുറമെ നിരവധി അലവൻസുകളും കമ്പനി നൽകുന്നുണ്ട്. ഫെബ്രുവരി 2-ാം തീയതി മുതൽ ഫെബ്രുവരി 23-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.iocl.com എന്ന വെബ്സൈറ്റിലാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും. ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 300 രൂപയാണ്. SC/ST, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല. ഓൺലൈൻ വഴിയായിട്ടാണ് ഫീ പേയ്മെൻറ്റും നടത്തേണ്ടത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന സിറ്റീസിൻ്റെ ലിസ്റ്റ് കൂടെ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡിൽ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എക്സാം നടക്കുന്നത്. കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടില്ല. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്നുകൂടെ പറയാം. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഫെബ്രുവരി 23-ാം തീയതിയാണ്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് മാർച്ച് ഓർ ഏപ്രിൽ 2025 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ടെൻറ്റേറ്റീവ് മന്ത് കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ 2025 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ടെൻറ്റേറ്റീവ് മന്ത് കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ ഓർ മെയ് 2025 ആണ്. സെൻട്രൽ സെക്ടറിൽ വരുന്ന മഹാരത്ന PSU ആയിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സ്ഥിര ജോലി ലഭിക്കുവാനുള്ള മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക.
ITI യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഈ അവസരം എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്കും വായിച്ചറിയുന്നതിനും വേണ്ടി നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.